സിനിമയുടെ ചിത്രീകരണം തുടങ്ങി. തൃശൂർ പുന്നയൂർകുളത്തെ നീർമാതള മരത്തിന് സമീപത്തു നിന്നാണ് ചിത്രീകരണത്തിന് തുടക്കമായത്. ജെയ്സൺ വിവരങ്ങളുമായി ചേരുകയാണ്. ജെയ്സൺ, ആരൊക്കെയാണ് ആദ്യ ദിവസം ചിത്രീകരണത്തിലുള്ളത്? സംവിധായകൻ കമൽ ആണ് ഈ സിനിമ എടുക്കുന്നത്. കമൽ സംവിധാനം ചെയ്യുന്ന ആമിയുടെ ചിത്രീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. ഈ നീർമാതള ചുവട്ടിൽ, അതായത് നാലപ്പാട്ട് തറവാട്ടിലെ പുന്നയൂർകുളത്തുള്ള നീർമാതളത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ഇപ്പോൾ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. കമൽ, അതുപോലെ തന്നെ ആമിയുടെ വേഷം ധരിച്ച് മഞ്ജു വാര്യർ, KPSC ലളിത, സാറ ജോസഫ് അടക്കം നിരവധി പ്രമുഖരാണ് ഇപ്പോൾ ഇതിന് പരിപാടികൾക്കായി എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നീർമാതള ചുവട്ടിൽ വെച്ച് തന്നെ ചിത്രീകരണത്തിന്റെ തുടങ്ങും. നിരവധി പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിളക്ക് കൊളുത്തിയ ശേഷമാണ് ഇപ്പോൾ ഷൂട്ടിങ്ങിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മഞ്ജു വാര്യർ കഥാപാത്രം ആവശ്യപ്പെടുന്ന ആ രീതിയിലേക്ക് മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ മുൻപ് നിലനിന്നിരുന്നു. വിദ്യാ ബാലനെ ആമിയായി തീരുമാനിച്ച ശേഷം പിന്നീട് അവർ പിൻവാങ്ങിയതടക്കമുള്ള വലിയ വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് മഞ്ജു വാര്യർ ആമിയായി വേഷമിടാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ നാലപ്പാട്ട് തറവാട്ട്, പുന്നയൂർകുളത്തുള്ള നാലപ്പാട്ട് തറവാട്ടിലെ നീർമാതള മരത്തെ സാക്ഷിയാക്കി, സർപ്പക്കാരിയെ സാക്ഷിയാക്കിയാണ് സംവിധായകൻ കമൽ തന്റെ പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള സാംസ്കാരിക പങ്കാളിത്തം, വലിയ പ്രമുഖരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു പരിപാടി കൂടിയാണ് ഇപ്പോൾ നാം ഈ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത്. KPSC ലളിത, അതുപോലെ തന്നെ സാറ ജോസഫ്, മാധവിക്കുട്ടിയുടെ മക്കൾ, അതോടൊപ്പം തന്നെ നിരവധി രാഷ്ട്രീയ പ്രമുഖർ അടക്കം എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ ഒരു സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കമാകുന്നത്. നാളെ ഒറ്റപ്പാലത്തും ചിത്രീകരണത്തിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഇതിനുശേഷം കൽക്കത്ത അടക്കമുള്ള മറ്റു സ്ഥലങ്ങളിലും ചിത്രീകരണം നടക്കും. ഏകദേശം ഓഗസ്റ്റ് മാസത്തോടുകൂടി സിനിമ ചിത്രീകരണം പൂർത്തിയാക്കി പ്രദർശനത്തിന് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് സംവിധായകൻ കമൽ നമ്മളുമായി പങ്കുവച്ചത്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള മാറ്റം ആമിയിലേക്കുള്ള ഒരു സന്നിവേശം മഞ്ജു വാര്യർ നടത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ആമിയാകുന്നതിന് വേണ്ടി മഞ്ജു വാര്യർ നടത്തി എന്നാണ് നേരത്തെ തന്നെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമ എന്നത് കേരളത്തിന്റെ സാമൂഹ്യ, അതുപോലെ തന്നെ സാഹിത്യ, രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ ചുവടുവെപ്പാകും എന്ന പ്രതീക്ഷയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുള്ളത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ശേഷമാണ് മഞ്ജു വാര്യർ ഈ തന്നെ പുതിയ കഥാപാത്രം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത്. വിദ്യാ ബാലന്റെ പിന്മാറ്റം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ ആശങ്കകളും മാറി പുന്നയൂർകുളത്തെ നാലപ്പാട്ട് തറവാടിന്റെ മുറ്റത്ത് നീർമാതളത്തെയും സർപ്പക്കാവിനെയും സാക്ഷിയാക്കി ആണ് ഇപ്പോൾ ചിത്രീകരണം തുടങ്ങിയിരിക്കുന്നത്. നിരവധി പ്രമുഖരുടെ പിന്തുണ ഈ സിനിമയ്ക്കുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മാധവിക്കുട്ടിയുടെ മക്കൾ, ബന്ധുക്കൾ അടക്കം നിരവധി പേർ ഇപ്പോൾ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മുരളി ഗോപിയാണ് മാധവിക്കുട്ടിയുടെ ഭർത്താവിന്റെ വേഷമിടുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജും KPSC അടക്കമുള്ള പ്രമുഖരും ഈ സിനിമയിൽ വേഷമിടുന്നുണ്ട്. റഫീഖ് അഹമ്മദിന്റേതാണ് വരികൾ, അതോടൊപ്പം തന്നെ M. ജയേന്ദ്രനാണ് സംഗീതം നൽകുന്നത്. തന്റെ കഴിഞ്ഞകാല സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന സിനിമ എന്നാണ് കമൽ പറയുന്നത്. കാരണം മാധവിക്കുട്ടിയെ സമൂഹത്തിന് വായനയിലൂടെയും വ്യക്തിപരമായും അറിയാവുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ചിത്രീകരിക്കുന്നത് വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത്തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി, വലിയ പഠനത്തോടുകൂടിയാണ് കമൽ ഈ പുതിയ സിനിമ ചിത്രീകരണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെയുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കമൽ നടത്തിയ പ്രസ്താവന എടുത്തു പറയേണ്ടതാണ്. കാരണം
മാധവിക്കുട്ടിയുടെ ജീവിതം എക്കാലത്തും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കിലൂടെ കടന്നുപോയ ഒരു ജീവിതമാണ്. വലിയ പ്രതിസന്ധികളിലൂടെയും വിവാദങ്ങളിലൂടെയും കടന്നുപോയ ഒരു ജീവിതമാണ്. അത്തരത്തിലുള്ള വ്യക്തിയുടെ ജീവചരിത്രം, ജീവിതം സിനിമയാക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന രീതിയിലുള്ള വിവാദങ്ങൾ എന്നാണ് വ്യക്തമാക്കുന്നത്.